ഹായ്, ഒരു മികച്ച പ്രാസംഗികനാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം വരികയാണ്. അതായത് ഷാഫി ഇൻസ്പയേഴ്സ് കൊച്ചിയിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ പേര് ഇൻസ്പയറിംഗ് സ്പീക്കർ എന്നുള്ളതാണ്. അതിൽ നമ്മൾ എന്താ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒരു മികച്ച പ്രാസംഗികനാവാം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രസംഗത്തെ നമ്മൾ 3 ഭാഗമാക്കി തിരിക്കും. ഒന്ന് ഇൻട്രൊഡക്ഷൻ, അതായത് എന്താണോ നമ്മൾ പറയാൻ പോകുന്നത് ആ പറയാൻ പോകുന്നതിനെ കുറിച്ച് ഓഡിയൻസിനോട് പറഞ്ഞു കൊടുക്കുക, അതേപോലെ ഓഡിയൻസിനെ അഭിസംബോധന ചെയ്യുക. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്തിട്ട് പറയാൻ പോകുന്ന വിഷയത്തെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിനുശേഷം ബോഡി എന്ന് പറയുന്ന പാർട്ടാണ്. ആ പാർട്ടിലേക്ക് വരുമ്പോൾ ചെയ്യുന്നത്, അതിൽ നമ്മളെന്ന് വെച്ചാൽ ഈ എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് വളരെ വിശദമായിട്ട് വിശദീകരിച്ച് ആഴത്തിൽ അതിൻ്റെ പ്രാധാന്യം വളരെ നല്ല രീതിയിൽ വിശദീകരിക്കുകയും എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കലുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ബോഡി എന്ന് പറയുന്ന പാർട്ടിലുള്ളത്. അവിടെ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ സബ്ജക്റ്റിനെ അല്ലെങ്കിൽ പ്രസംഗത്തെ മികച്ചതാക്കാൻ വേണ്ടിയിട്ട്. ചില കഥകൾ ഉപയോഗിക്കാൻ പറ്റും, അതേപോലെ തന്നെ ചരിത്ര സംഭവങ്ങളിൽ നിന്നുള്ള റെഫറൻസ് എടുക്കാൻ പറ്റും, അതേപോലെ തന്നെ മഹത് ഗ്രന്ഥങ്ങളിൽ നിന്ന് റെഫറൻസ് എടുക്കാൻ പറ്റും, നിലവിൽ നടന്നിട്ടുള്ള ആനുകാലികമായിട്ടുള്ള സംഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാൻ പറ്റും, സ്വന്തം ജീവിതാനുഭവ കഥ ഉൾപ്പെടുത്താൻ പറ്റും, കവിതകൾ ഉൾപ്പെടുത്താൻ പറ്റും, റിസർച്ച് റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്താൻ പറ്റും, സർവേ റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്താൻ പറ്റും. ഇതെല്ലാം ഉൾപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ സ്പീച്ച് കൂടുതൽ ക്രെഡിബിളും ഇൻഫ്ലുവൻസിങ്ങും ഇൻസ്പയറിങ്ങും മോട്ടിവേറ്റിങ്ങും ആയിട്ട് മാറുന്നതാണ്. ഒരു പ്രാസംഗികന് ഓഡിയൻസിനെ കയ്യിലെടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ് വേണം. ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോഡിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സ്പീച്ചിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ബോഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന പാർട്ട് എന്ന് പറയുന്നത് കൺക്ലൂഷനാണ്. ഒരു സ്പീച്ച് നമ്മൾ കൺക്ലൂഡ് ചെയ്യണം. കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഓഡിയൻസിനെ കൊണ്ട് നമ്മൾ പറഞ്ഞ മെസ്സേജ് പ്രകാരം ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുക. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണെന്നുണ്ടെങ്കിൽ ഇന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഒരു തീരുമാനം എടുപ്പിക്കലാണ്. അപ്പോൾ ഞാൻ പ്രസംഗിച്ചത് പ്രകാരം ഈ ഒരു സാമൂഹിക വിപത്തിനെതിരെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പോരാടണമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു, നന്ദി നമസ്കാരം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കലാണ് ഈ പറഞ്ഞിരിക്കുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എങ്ങനെ ഒരു മികച്ച സ്പീച്ച് തയ്യാറാക്കാം, അതെങ്ങനെ പരിശീലിച്ചെടുക്കാം, അതെങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഡെലിവറി ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, ഈ വരുന്ന മാസം കൊച്ചിയിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് അറിയാനും അതേപോലെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നല്ല താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, എന്നിട്ട് സീറ്റ് ബുക്ക് ചെയ്യുക.